ഹായ്, അസ്സലാമു അലൈക്കും. ഐസം എന്താണ് അന്തം വിട്ട് നിൽക്കണമെന്നല്ലേ? ഞാൻ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തോലൊലിക്കണം ഇങ്ങനെ നോക്കി നിൽക്കുക. സംഗതി അളിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചെറിയ സൽക്കാരം കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ തട്ടിക്കൂട്ടൊക്കെ. ആകെ 10 ദിവസത്തെ ലീവിനാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സൽക്കാരം കൂട്ടലും ഓണം നബിദിനം അങ്ങനെ കുറേ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയ തോതില്ല. അപ്പോൾ നമ്മൾ 2 തരം പുഡിങ്ങാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുക. കല്യാണ പേരെ പോയിട്ട് പല കളറിലുള്ള പുഡിങ് നിരത്തി വെച്ച് അത് സ്പൂണിട്ട് ഇങ്ങനെ കോരി തിന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സിമ്പിൾ പരിപാടിയാണല്ലോ എന്ന്. തലേന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ഞാനും പെണ്ണുങ്ങളും ഇളയച്ചിയും ഒക്കെ കൂടിയ കഷ്ടപ്പെടൽ, അയൽവാസികളും ഒക്കെ ഉണ്ട് കേട്ടോ. 2 പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് പിസ്തയുടെ ഒരു പുഡിങ്ങും പിന്നെ അതുപോലെ ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു കാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. സംഗതി ഇത് ഉണ്ടാക്കി വെച്ച് സെറ്റ് ആവേണ്ട ഒരു സമയം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇളയച്ചി പിന്നെ ഇതിനൊക്കെ അങ്ങനെ കണ്ണി ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഹെൽപ്പർമാരുമായിട്ട് ഇങ്ങനെ ചാഞ്ഞും ചേർത്ത് നിന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇതേമാതിരി ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനും ചെറുതായിട്ട് ഇങ്ങനെ പൊടികൾ അങ്ങോട്ട് എടുത്ത് കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടി നിൽക്കാന്നല്ലാതെ ബാക്കിയൊക്കെ 37 നോക്കിക്കോളും. എന്തായാലും പിസ്തയുടെ പുഡിങ് ഉണ്ടാക്കൽ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ചെറിയൊരു പിന്നെ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡ് കാരമൽ പുഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇതാണ് കുറച്ച് ടൈം എടുത്തതും ഇതാണ് കുറച്ച് എഫേർട്ട് എടുത്തതും. എന്തായാലും നമ്മൾ കാണുന്ന മാതിരിയല്ല എന്നുള്ള സംഗതി പിന്നെ മനസ്സിലായിട്ടോ. എന്തായാലും 3 പാത്രം വെച്ചിട്ട് ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു 3 ട്രിപ്പാക്കിയിട്ടാണ് നമ്മൾ ആളുകളെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് ചോറിന്. കാരണം നമ്മൾ പുറത്ത് പന്തലിട്ടിട്ട് 4 ആളെ അറിയിക്കണമെന്നില്ല. എന്തായാലും പേരൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലെ ഡൈനിങ് ടേബിളും പിന്നെ അതുപോലെ തറവാട്ടിൽ നിന്ന് ഉമ്മൻ്റെ അടുത്തുനിന്ന് കൊടുന്നൊരു ടേബിളും കൂടി വെച്ചിട്ട് ഒരു 15 ആൾ 20 ആളെ ഇടയിൽ ഒറ്റ ട്രിപ്പിൽ ഇരുത്താൻ പറ്റുന്ന രീതിയിൽ ഒരു 50 ആളെ പരിപാടിയാണ് നമ്മളാകെ കാണുന്നത്. എന്തായാലും പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ അത് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണിത് കാരമൽ, അതായത് പഞ്ചസാര ഉരുക്കി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നൊരു സംഗതിയാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുമ്പോഴുള്ള റിസ്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു താഴെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഉറുമ്പ് പെട്ടെന്ന് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകൾ നോക്കി നിൽക്കണം. നമ്മൾ എപ്പോഴും ഇതിൻ്റെ പിന്നാലെ നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പ് കയറിക്കൂടും. ഉറുമ്പ് കയറിക്കൂടി നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മൾ പുഡിങ് കോരുമ്പോഴാകും കൂട്ടത്തിൽ ഓരോ ഉറുമ്പ് ഇങ്ങനെ കിട്ടുക. എന്തായാലും ഇളച്ചി ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ, അതായത് സമയം ഞങ്ങളിതിൻ്റെ പരിപാടി ഏകദേശം തീരുമ്പോൾ 1 മണിയായിട്ടുണ്ട് ഏകദേശം രാത്രി. ഞാനും വൈഫും അവളും കുട്ടിയും ഒക്കെ കൂടി അത് നോക്കിയിരിക്കുന്നത്. കുട്ടി അതുവരെ ഉറങ്ങാതെ നിന്ന്, അനിയൻ്റെ കുട്ടി. എന്തായാലും ഡിസൈനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ പിന്നെ പോട്ട്. ഇതിലും പിന്നെ അതുപോലെ തന്നെ ചെറിയ 2 പോട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ട്രിപ്പിന് നമ്മൾ എന്ത് ചെയ്യും, വലിയ പോട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുക പിന്നെ വഴിയെ നമ്മൾ കാണുന്നതാണ്. എന്തായാലും നമ്മളിതിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് സെറ്റാവണം. ഇപ്പോൾ ഇതൊക്കെ ഒരു വെള്ളം പോലെയാണ്, ഒരു ക്രീം പോലെ. ഇതൊരു സെറ്റായിട്ട് നമുക്കൊരു ബ്ലോക്കായിട്ട് ഇങ്ങനെ എടുത്ത് കിട്ടണമല്ലോ. ബാക്കി വന്ന് കുറച്ച് കാരമൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കയറ്റാം. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടുക്കളയിലെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സംഭവം ചോറ് നമ്മൾ 2 തരം ചോറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബീഫ് ബിരിയാണിയും പിന്നെ അതുപോലെ ഒരു അഫ്ഗാനി റൈസുമാണ്. അപ്പോൾ ഇത് 2 നമ്മൾ പുറത്തൊരാളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അയൽവാസി ഷംസൂൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയിലാണ് നമ്മൾ ചോറ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പണി നമുക്കില്ല. അപ്പോൾ വെറുംചോറുകാർക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ നമ്മൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വീട്ടിൽ സെറ്റാക്കുക. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11 മണി 11:10 ആയപ്പോഴേക്കിനും വിരുന്നുകാരെത്തി. 11:30 ആയപ്പോഴേക്കിന് ചോറ് എത്തി. ഇനിയിപ്പോൾ അധികം സമയം കളയണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ച് ടേബിളൊക്കെ അടുപ്പിച്ചിട്ട് ഒരു 18 ആൾക്ക് ഇരിക്കാനുള്ള ലെവലിൽ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഫസ്റ്റ് വന്ന ആണുങ്ങൾ മുഴുവൻ അവിടെ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ അമ്മോനാണ് ചോറ് സെറ്റാക്കണത്. കാരണം ആളൊരു കുക്കാണ്, അതിലുപരി ഒരു ജനസമ്മതനും പൗരപ്രമുഖനും നാട്ടുപ്രമാണിയൊക്കെയാണ്. എന്തായാലും ആളെ ഞങ്ങൾ ആ പരിപാടി അങ്ങോട്ട് ഏൽപ്പിച്ചു. വെള്ളയാണെങ്കിലും ഈ കാര്യത്തിനൊക്കെ ആൾ ഭയങ്കര സെറ്റപ്പാട്ടോ. എന്തായാലും കത്തിയും പിന്നെ കുറുവാടൊക്കെ എടുത്തിട്ടാണ് ആൾ വിളമ്പാൻ നിൽക്കണത് തന്നെ. അപ്പോൾ ഞങ്ങളൊക്കെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അതും ഒരു കലയാണല്ലോ, കല നമ്മളെപ്പോഴും ആസ്വദിക്കണം. എന്തായാലും അഫ്ഗാനി റൈസും ചിക്കനും റൈസും നമ്മൾ വേർതിരിച്ച് 2 ചെമ്പിലേക്ക് മാറ്റി. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി പിന്നെ സെറ്റാക്കിയിട്ടാണ് വിളമ്പുന്നത്. അതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണീൻ്റെ റൈസും നമ്മൾ വേറൊരു ചെമ്പിലേക്ക് മാറ്റി. എന്നിട്ട് അത് നമ്മൾ ഒരു തളികയിൽ വിളമ്പും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് ചെറിയ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2 പരിപാടിയാക്കിയത്. അപ്പോൾ ആൾ കൂടുതലുള്ളൊരു പരിപാടിയൊക്കെ ആണെങ്കിൽ ഒറ്റ ചോറേ നമ്മൾ പൊതുവെ ഏൽപ്പിക്കുള്ളൂ. പിന്നെ അതുപോലെ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കൂടിയിരുന്നിട്ട്
അധികമൊന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുറേ ആളുകൾ കൂടുന്നൊരു പരിപാടിയൊന്നും വീട്ടിൽ വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കുടിരിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 കൊല്ലമായിട്ട് കുറച്ച് ആൾ കൂടുന്ന ഒരു 50 ആളൊക്കെ കൂടുന്ന പരിപാടി ഇപ്പോഴാണ് ഞാൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബക്കാരും ജ്യേഷ്ഠനീയന്മാരൊക്കെ വരുന്നതല്ല, അപ്പോൾ നല്ല സന്തോഷിപ്പിച്ച് തന്നെ വിടാന്നുള്ള രീതിയിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപാടി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ഇതാ ചോറ് വിളമ്പാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി. ആളുകൾക്കൊക്കെ വിശന്നു തുടങ്ങി. കുട്ടികളൊക്കെ ചോറിൻ്റെ ചെമ്പിന് മുന്നിൽ പാടാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ചെറിയ തട്ടിലേക്ക് വിളമ്പുക, നേരെ കൊണ്ടുപോയി ടൈമിൽ വെക്കുക. സംഗതി പിന്നാലെ കഴിഞ്ഞ് നമ്മളവരെ പിടിച്ചിരുത്തും. അതാണ് ഇനി പരിപാടി. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൽക്കാരം വിരുന്നുകളൊക്കെ ആണെങ്കിൽ ഒരു 12:30 മുന്നേ തന്നെ ചോറ് വിളമ്പും, മനസ്സിലായോ. പിന്നെ ദൂരെ നിന്ന് കാര്യങ്ങളും വരുമ്പോഴാണ് പൊതുവെ നേരം വൈകിട്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പരിപാടിയാകുമ്പോൾ നേരം വൈകുള്ളത്. ഇതിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടുകാരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് നമുക്ക് ഫുഡ് വിളമ്പാനും ഒരു ചൂടോടെ തന്നെ കഴിക്കാനും പറ്റി. അതുകൊണ്ട് തന്നെ ചോറ് വളരെ ടേസ്റ്റി ആയിരുന്നു എന്നാണ് ആദ്യത്തെ ട്രിപ്പിലൊക്കെ കഴിച്ചവർ പറഞ്ഞത്. പിന്നെ ഞാനൊക്കെ കഴിക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോഴേക്കും ചോറൊക്കെ തണുത്ത് എന്താ പറയുക, അഫ്ഗാനി ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരു കോലത്തിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനും വൈഫും ഉമ്മയൊക്കെ കുറച്ച് വെറുംചോറും കാര്യങ്ങളൊക്കെ ആണ് കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പാറായിരുന്നു. പിന്നെ അതുപോലെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ വേണ്ടവർക്ക് അതും എടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളൊക്കെ കഴിച്ചത്. എന്തായാലും ചോറ് കഴിക്കൽ തുടങ്ങുന്നതിന് മുന്നുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മൂത്തച്ഛനാണ്, 2 ജ്യേഷ്ഠന്മാരാണ്, അയൽവാസിയാണ്, പിന്നെ ഉമ്മയുടെ അനിയത്തിൻ്റെ മരുമകനാണ്. അപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ആ മുറ്റത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ നല്ല കാറ്റ് കിട്ടുന്നൊരു ഏരിയയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അമ്മോഷനാണെങ്കിലും അളിയനാണെങ്കിലും ഒക്കെ വിരുന്ന് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു തിണ്ടിലാണ് ഇങ്ങനെ ചാരിയിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വിളമ്പി. ഇനി നമുക്ക് കാഴ്ചകൾ കാണാം. ചർച്ച വേണ്ടേ? അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഒരു ചോറ് നല്ല പ്ലേറ്റ് എടുത്ത് കൊടുത്താൽ മീനെ. ഈ സ്പൂൺ ഇട്ടക്കണ്ട, നിലത്തിട്ടക്കാൻ പറ്റൂല്ല സ്പൂൺ. ബ്രെഡ് കുട്ടിക്കോ? അതുകൊണ്ടാണ് എടുക്കണം. സായിമോ അപ്പോൾ ഉമ്മയും അയൽവാസിയൊക്കെ അവിടെ അടുത്ത ട്രിപ്പിനുള്ള ടേബിൾ റെഡിയാക്കലിലാണ്. എന്നിട്ട് വേണം നമുക്ക് ഇരിക്കാൻ. എങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം സംസാരവും സുലൈമാൻ്റെ കുടിക്കലൊക്കെ കഴിഞ്ഞതാ നമ്മുടെ വൈഫ് ഹൗസിലുള്ളവർ തിരിച്ചു പോവുകയാണ് ഇൻഷാ അല്ലാ. പിന്നെ സന്തോഷമായിട്ട് അവിടെ എത്തട്ടെ. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് ഇടുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.